ജന്തർ മന്ദറിലെ CJP പ്രതിഷേധത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ചില പ്രവർത്തകരെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് ക്രൂരമായ ആ പ്രവർത്തകരെ തല്ലിച്ചതക്കുന്ന കാഴ്ച, അവരുടെ കാലിലൊക്കെ തന്നെ ക്രൂരമായി അടിച്ചു പരിക്കേൽപ്പിക്കുന്ന കാഴ്ച, അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ പോലീസ്, അതായത് ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസിന് പ്രത്യേക സന്നാഹം തന്നെ ഇവിടെയുണ്ട്. ഡൽഹി ഡിസ്ട്രിക്ട് ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറയുന്ന ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രത്യേക ഒരു കോട്ട് ധരിച്ച പുറത്തു നിന്നും ഹയർ ചെയ്ത ചില ആളുകളെ പ്രതിഷേധക്കാരെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി തന്നെ പോലീസ് നിയോഗിച്ചിട്ടുണ്ട്. ഇവർ ഈ പ്രതിഷേധിക്കുന്ന മുദ്രാവാക്യം വിളിക്കുന്ന പോലീസിനെതിരെ അത്തരത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന പ്രതിഷേധക്കാരെ നോട്ടമിട്ടുകൊണ്ട് ഫോട്ടോ എടുക്കും. ആ പ്രതിഷേധക്കാരുടെ ചിത്രം വളരെ കൃത്യമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥരുടെ കൈകളിലെത്തിക്കും. പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ഘട്ടത്തിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു പ്രകോപനമൊക്കെ തന്നെ ഉണ്ടാകുന്ന വേളയിൽ ഇവരെ നോട്ടമിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്രൂരമായിട്ട് തല്ലിച്ചതയ്ക്കും. സ്വാഭാവികമായിട്ടും ഈ സമരത്തിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന, സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇത്തരം ആളുകളെ തല്ലിച്ചതയ്ക്കുന്നതിലൂടെ സമരം തന്നെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് അത് ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സമരത്തിൽ അത്തരത്തിൽ പോലീസിന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടും പിന്നോട്ട് പോകാതെ സമരത്തിൽ വളരെ സജീവമായി നിന്ന ആളുകളെയൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. ഒരു തരത്തിൽ പിന്നോട്ട് പോകാൻ അവർ തയ്യാറായിരുന്നില്ല. അത്തരത്തിൽ നിരവധി ആളുകൾ ഇപ്പോഴും ഈ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് തത്വത്തിൽ പോലീസിന്റെ ഉദ്ദേശം സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ ആ വിധത്തിൽ പ്രത്യേകം നോട്ടമിട്ട് ക്രൂരമായി മർദ്ദിച്ചാൽ അവർ പിന്നോട്ട് പോകുമെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ദൃശ്യങ്ങളിൽ അത്തരത്തിലുള്ള ആളുകളെ, ഫോട്ടോ എടുക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവർ BJPയുടെ ആളുകളാണെന്ന ആരോപണങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ പ്രതിഷേധക്കാർ ഉയർത്തിയതാണ്. പക്ഷേ അത് പോലീസിന്റെ ഭാഗമായി നിൽക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ആണെന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ അത് പൂർണ്ണമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തു നിന്നും ഹയർ ചെയ്ത് അവർക്ക് പ്രത്യേക കോട്ടൊക്കെ തന്നെ കൊടുത്ത് നിയോഗിച്ച ആളുകളാണെന്നുള്ളതാണ് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്തായാലും ഒരടി പിന്നോട്ട് പോകാൻ പ്രതിഷേധക്കാർ തയ്യാറാകുന്നില്ല. എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും, എന്ത് തരത്തിലുള്ള മർദ്ദന മുറകൾ നേരിട്ടാലും പ്രതിഷേധത്തിൽ തന്നെ സജീവമായിട്ടുണ്ടാകുമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് ഇവിടെയുള്ള CJPയുടെ പ്രവർത്തകരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്ന യുവാക്കളും സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ള ആളുകൾ. ദില്ലിയിലെ ജന്തർ മന്ദറിൽ നിന്നും ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, റിപ്പോർട്ടർ ദില്ലി.